Guys, നമ്മുടെ KLF വേദിയിലാണുള്ളത്. കഴിഞ്ഞ കലോത്സവം ചൈത്യ കലോത്സവം ഇവിടെ നടന്നപ്പോൾ ഇവിടെ സ്ഥാപിച്ച പ്രതിമയാണ്. അതിൻ്റെ ശില്പി നമ്മുടെ ഗുരുകുലം ബാബുവായിട്ട് നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് ഈ നല്ല വെയിലാണ് കുറച്ച് നമ്മൾ അങ്ങോട്ട് നടക്കുക. ഈ ശില്പം ഇപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഈ KLF വേദിയിൽ വീണ്ടും കണ്ടപ്പോൾ എന്ത് തോന്നി? വളരെയധികം സന്തോഷം തോന്നി. 2023 സ്കൂൾ കലോത്സവത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ശില്പം ഈ 26 കടന്നപ്പോൾ അത് ഇവിടെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു. KLFിലെ ഒരു തീമുമായി ബന്ധപ്പെട്ടൊരു ശില്പമാണ്. വളരെയധികം മനസ്സിന് സന്തോഷം നൽകുന്നുണ്ട്. ഒരു എഴുത്തുകാരി നമ്മുടെ ഈ ബീച്ചിൽ എന്നും എല്ലാ എഴുത്തുകാരെയും സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. കലോത്സവം ഓരോ KLF വരുമ്പോഴും വീണ്ടും ആവർത്തനങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇത് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യം. കാരണം ശില്പമാണല്ലോ, ഏത് കാലത്തും നമ്മോടത് സംവദിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ അതിന്റെ ആശയവും ഈ KLFും അതുപോലെ സംസ്കാരവുമായിട്ട് കലർന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. അല്ല, ഇവിടെ പ്രോഗ്രാം ഒക്കെ നടന്ന് കണ്ടോ? കണ്ടു. നമ്മൾ നടക്കല്ലേ? കഴിഞ്ഞ കൊല്ലത്തിൽ എത്ര മുന്നോട്ട് വന്നിട്ടുണ്ട്. അല്ല, അത് വേറെ വിഷയമുണ്ട്. കാരണം നാളെ ശനി ആ സമയത്ത് ആളുകൾ ഇങ്ങോട്ട് ഓടിയെത്തും. ഇപ്പൊ അങ്ങോട്ട് ഇന്നലെ അങ്ങോട്ട് റെഡിയായി വരുന്നേ ഉള്ളൂ. വെള്ളിയാഴ്ച കോഴിക്കോട് ബീച്ചിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൗഡുള്ള ഒരു ദിവസമാണ്. ക്രൗഡ് വരും. അപ്പൊ ഇന്നലെ സുനിത വില്യംസ് ഒക്കെ വന്നു. ഏതായാലും വളരെ ഉഷാറായിട്ട് നമ്മളൊരു അഭിമാനം തന്നെയാണ് ഉത്സവം കോഴിക്കോട് വെച്ച് നടക്കുക. നമുക്കൊക്കെ ഒരു അഭിമാനം. അപ്പൊ Okay, say something about this. It's a beautiful sculpture. I was looking at it and reflecting how lovely it is. It really is a beautiful piece of art. You're from Germany? No, I'm from Canada. Canada, very nice. Yes. Thank you. It's a lovely piece of work. Lovely. Thank you. It's only half joking, and he thought for a moment, and he said, Sharmila. Guys, നമ്മുടെ KLFിലേക്ക് വന്നതാണ് നമ്മുടെ സുഹൃത്തും എഴുത്തുകാരനുമായ നസീർ നമ്മളൊപ്പം ഉണ്ട്. നിങ്ങൾ പുസ്തകം ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ നേരത്തെ. അപ്പോൾ ഇവിടെ വിൽപ്പന കണ്ടെന്ന് കേട്ടു. എന്തായാലും പേരെന്താ പറഞ്ഞത്? മനുഷ്യരിൽ നിന്നും ഇറങ്ങിപ്പോകുന്നവർ. എന്താണ് ഒന്ന് പറയൂ. ആ പുസ്തകം DC ബുക്സിൽ അവൈലബിൾ ആണ്. ജീവിതത്തിൽ നമ്മൾ കണ്ടുപരിചയിച്ച മുഖങ്ങളും ജീവിതഗതിയായ നമ്മളെ സ്പർശിച്ച അനുഭവങ്ങളൊക്കെ ഉൾപ്പെടുന്ന 240 പേജുള്ള ഒരു പുസ്തകമാണ്. ആളുകൾ വായിക്കണം. ഇതുവരെ നല്ല രീതിയിലുള്ള റിവ്യൂസ് ആണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ മനുഷ്യരിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിനോട് ഉദ്ദേശിച്ചത് ആരെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? അല്ലെ എന്താണ് ഈ അനുഭവ പശ്ചാത്തലം? മനുഷ്യരിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നമ്മളിപ്പോൾ മരണത്തെ മാത്രമല്ല, എത്രയോ നല്ല മനോഹരമായ ബന്ധങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മനുഷ്യർ, ദാമ്പത്യത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും. അതുപോലെ തന്നെ ഈ ന്യൂജൻ പിള്ളേരാണോ ഉദ്ദേശിച്ചത്? അത് മാത്രമല്ല, ഇപ്പം 50കളിലും അതുപോലെ തന്നെ 60കളിലും ഒക്കെ വിവാഹമോചനം നടത്തുന്ന മനുഷ്യർ. കാരണം അവര് ജീവിതത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലഘട്ടത്തിൽ, താങ്ങും തണലായിരുന്ന കാലഘട്ടത്തിൽ വേർപെട്ടു പോകുന്ന മനുഷ്യരുടെ ജീവിതങ്ങളെ, അതുപോലെ തന്നെ ആത്മഹത്യാ കുറിപ്പുകൾ എഴുതി വെച്ച് സ്വന്തം അച്ഛനും അമ്മയും. നോവലാണോ, കഥയാണോ, അല്ലെ ഡയറി കുറിപ്പാണോ, എന്താണ്? അല്ല, ഇതിലിപ്പം അതിലൊരു കഥയാണ്. സത്യമാർ അനുഭവത്തെ സിനിമയുടെ ഒരു ത്രെഡാക്കാൻ വരെ ചെയ്തു. പിന്നെ ഒരു ഇമോഷണൽ ഡാമേജ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പാഠപുസ്തകത്തിലേക്ക് പിന്നെ റെഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചർച്ചയാണ്. അപ്പോൾ വളരെ കാര്യപ്രസക്തമായിട്ടുള്ള 101 അനുഭവങ്ങളെ കോർത്തിണക്കിയ താങ്കളുടെ സ്വന്തം അനുഭവമാണോ അല്ലെങ്കിൽ ഇത് മാത്രമല്ല, ഞാൻ കേട്ടറിഞ്ഞ ആ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നു, ഞാൻ കേട്ടറിഞ്ഞ അനുഭവങ്ങളോട്. കാരണം ഇപ്പോഴും മരിച്ചതിന് ശേഷം ഭാര്യ മരിച്ചതിന് ശേഷം പോലും മരണസമയത്ത് ഭാര്യ ഇട്ടിരുന്ന ഡ്രസ്സിൽ അടക്കി പിടിച്ച് കിടന്നുള്ളത് ഭർത്താവിനെ കുറിച്ച് സങ്കല്പിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം അത്രമേൽ ഹൃദയസ്പർശിയായ മനുഷ്യരുടെ ജീവിത കഥകളെയാണ് നമ്മൾ ഈ പുസ്തകത്തിലൂടെ കൊണ്ടുവരുന്നത്. ഇത് വായിച്ച ആളുകളൊക്കെ തന്നെ വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഏകദേശം 14,000 കോപ്പി ഓൾറെഡി ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ DC ബുക്സിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. മാതൃഭൂമിയുടെ
ഏതായാലും നമ്മുടെ സുഹൃത്തും എഴുത്തുകാരനുമായ നമ്മുടെ നസീർക്ക നല്ല അനുഭവങ്ങളാണ് ഇവിടെ പങ്കുവച്ചത്. എന്നാൽ ഈ KLF-ൽ അപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ ഇപ്പോൾ ഇവിടെ പിന്നെ ലോകപ്രശസ്തരുടേതും അതുപോലെ പലതും ഇവിടെ അവൈലബിൾ ആണ്. ആ കൂട്ടത്തിൽ നമ്മുടേതും എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകത ഇല്ല, തീർച്ചയായിട്ടും അതിന് പ്രത്യേകത ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ഓക്കെ ഗൈസ്, എല്ലാവരും ആ പുസ്തകം വായിക്കാം. അയ്യോ കൂടുതൽ റിവ്യൂ പിന്നീട് ചെയ്യുന്നതാണ്. വായിച്ചിട്ട് അങ്ങനെ തന്നെ എഴുതി കടലിന്റെ തീരത്തു ഞാനൊരു മോഹത്തിൻ പറ്റി. അടിപൊളിയല്ലേ അല്ലേ? അതല്ലേ അതിൻ്റെ ഒരു ഗൈസ്, ഇത്തവണത്തെ KLF വളരെ വ്യത്യസ്തമായിരുന്നു. വളരെ വ്യത്യസ്തമായ ഒരു KLF ആയിരുന്നു. ഒരു മാസം വരും നമ്മുടെ ലോ ആൻഡ് ഓർഡർ ടീമിൽ തന്നെ ഇവിടെ വന്നിട്ട്. അപ്പൊ ഇന്നിപ്പോ ഈ വർഷത്തെ ഇവിടെ അവസാനിക്കാൻ പോവാണല്ലോ. അതെ, എന്താണ് പറയാനുള്ളത്? KLF കഴിഞ്ഞ 8 വർഷത്തേക്കാൾ മികച്ചതായിരുന്നു ഒന്നാമത്തെ KLF. ഇനിയും ആളുകളുടെ പങ്കാളിത്തം വർദ്ധിക്കുമെന്നല്ലാതെ കുറയില്ല. വലിയ ഒരു പ്രത്യേകിച്ച് ദുർഗാ വില്യംസിനെ പോലുള്ള ആളുകൾ കോഴിക്കോട്ടുകാരെ കാണാനുള്ള ഒരു അവസരം കിട്ടിയെന്നുള്ളത് തന്നെ ഒരു ആരോ പറയുന്ന കേട്ടു അമേരിക്കയെ പോലെ ഇത്രയധികം സ്വീകരണം കിട്ടിയില്ല. തീർച്ചയായിട്ടും അവര് ഭയങ്കരമായിട്ട് അവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ആളുകളും ഇവിടുത്തെ കോഴിക്കോട്ടുകാരുടെ സ്നേഹവും ഒക്കെ അവര് പിന്നെ അവര് പറയുകയും ചെയ്തു. അപ്പൊ ഇന്ന് സമാപിക്കാണ് ജോബ് കുര്യന്റെ മ്യൂസിക് പരിപാടിയോടുകൂടി KLF അവസാനിക്കുകയാണ്. ഇനി ഒരു വർഷം നീണ്ട കാത്തിരിപ്പോട് വീണ്ടും KLF ഉണ്ടാവും. പിന്നെ ഇതൊരു സൗഹൃദം പുതുക്കൽ കൂടിയാണ്. അതിനെക്കുറിച്ച് എന്താ പറയാ? തീർച്ചയായിട്ടും കേരളത്തിന്റെ ഇത് മാത്രമല്ല, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വിദേശങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ഇതിനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അവരൊക്കെ ഇവിടെ സൗഹൃദം പുതുക്കുകയും പിന്നെ അങ്ങനെയുണ്ടല്ലോ ഒരു അതിന്റെ ഈ പ്രത്യേകിച്ച് അതുപോലെ നമ്മുടെ തന്നെ ഒരു കൂട്ടായ്മ കോഴിക്കോടിന്റെ ഒരു സ്നേഹം യാതൊരുവിധ മതത്തിന്റെയോ ജാതിയുടെയോ അങ്ങനെ ഒരു വേർതിരിവില്ലാത്തൊരു കൂട്ടായ്മയാണല്ലോ ഇവിടെ. സാഹിത്യ നഗരി എന്നുള്ള അക്ഷരാർത്ഥത്തിൽ തീർച്ചയായിട്ടും അതിനെ സമ്പന്നമാക്കുന്ന അല്ലെങ്കിൽ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ഫെസ്റ്റിവൽ കൂടിയാണ് KLF. ഓക്കെ. Variation of the Brahmi script that they do not commonly common. ഗൈസ്, നമ്മുടെ മുള കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ജർമ്മൻ പവലിയൻ.
Thank you, everybody. It's nice to see a crowd here, especially when it's so hot and everybody's just had lunch and we don't like to be taking a nap. So, thank you for coming. It is an honor, a privilege. Went on the street, bare feet, and doing a lot of swimming and To play soccer cricket. and cricket. Back in the early 70s, like every normal kid will do. So it was fun. And then you moved from that wonderful island life to Canada. He quit track and working as a janitor in the university, sweeping the floors, mopping the floors. And we have some. He lose the weight. He lose the weight. Yeah, he lose the weight. It was like the whole big. So. ഗൈസ്, അങ്ങനെ ഇന്ന് നമ്മുടെ കേരളം സമാപിക്കാൻ പോവുകയാണ്. ഇനി ഒരു വർഷം നമ്മൾ കാത്തു നിൽക്കണം. നമ്മുടെ സുഹൃത്തും സാഹിത്യകാരനുമായ നമ്മുടെ സലീം ബേനാടി അവർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മാഷേ, ഇതിൽ ഈ കേരളം സന്ദർശിച്ച നിങ്ങളൊരു പതിവ് സന്ദർശകനാണ്. മാത്രമല്ല നമ്മളൊക്കെ അതിൻ്റെ സംഘാടകരും കൂടിയാണ്. എങ്ങനെ ഫീൽ ചെയ്യും പറയും? കേരളത്തിൽ നമ്മുടെ അക്ഷരസിനികളുടെ ഒരു ഉത്സവമല്ലേ? തീർച്ചയായും. അല്ല, മൊത്തം ചുറ്റി കണ്ടോ? എന്താണ്? ഇല്ല, നമ്മള് പിന്നെ ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കാനുണ്ട്. പിന്നെ ഇവിടെ നിന്ന് വന്നു പോകുമ്പോൾ ഏതാണ്ട് ഒരു വർഷത്തേക്കുള്ള ഒരു എനർജിയാണ്. കറക്റ്റ്. പുസ്തകങ്ങളൊക്കെ വാങ്ങി, അല്ലെങ്കിൽ ഓർമ്മക്കുറിപ്പായിട്ട് കുറച്ചൊക്കെ വാങ്ങിയിട്ട് കേരളത്തിന്റെ ആ ബാഗ് ഒന്ന് കാണിച്ചതാ. നമ്മുടെ ഓർമ്മക്കുറിപ്പായിട്ട് ഇതാ കേരളത്തിന്റെ നമ്മുടെ ബാഗ് ഇതൊക്കെ. അല്ല, നമ്മുടെ സുഹൃത്തുണ്ട് കൂടെ. പുസ്തകം മാഷേ, എന്താണ് ഇഷ്ടപ്പെട്ടോ? KLF എന്ന് പറയുന്നത് സാഹിത്യ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഒഴിവാക്കാൻ കഴിയാത്തൊരു സംഭവമാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ നിങ്ങൾ ആതിഥേയത്വം സ്വീകരിക്കാൻ പറ്റിയില്ലൊക്കെ സന്തോഷം. തീർച്ചയായും. അതായത് നമ്മുടെ സുനിത വില്യംസ്, അപ്പോൾ എനിക്ക് തോന്നുന്നു ഗംഭീര സ്വീകരണമാണ് കിട്ടിയത്. ഇവിടെ നിന്നുള്ള ആളുകളൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അവരെ പോലെയുള്ള ആളുകളുടെ കൂടെ നിൽക്കാനും, അല്ലെങ്കിൽ അവരെ നേരിട്ടൊന്ന് പിന്നെ അവരുടെ വാക്കുകൾ നേരിട്ട് കേൾക്കാനും പരിചയപ്പെടാനൊക്കെ നക്ഷത്രങ്ങളെ തൊടാൻ കഴിഞ്ഞു അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഏതായാലും ഗംഭീരമായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഗാനമേളയോടുകൂടി ലാസ്റ്റിൻ്റെ പ്രോഗ്രാമോടുകൂടി ഇന്ന് സമാപിക്കും. ഒരു വർഷം നമ്മൾ ഇത് വന്നിട്ടില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടബോധമായിരുന്നു. തീർച്ചയായും. ഇനി ഒരു വർഷം നമ്മൾ കാത്തിരിക്കണം എന്നുള്ള ഒരു ഇതാണുള്ളത്. ഇപ്പം എന്തായാലും ഒരു KLF ഇതാ നമ്മളെ എന്താ പറയുക, ഇതാ എന്ന് പറയുന്ന രീതി. അതെ. കൂടുതൽ സാഹിത്യകാരൻ. വർഷത്തിന്റെ ദൈർഘ്യം ഉണ്ടാവും. ഇപ്രാവശ്യത്തെ മറ്റൊരു പ്രത്യേകത ജർമ്മനിയായി നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ അവരുടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നേരത്തെ നമുക്കുണ്ടല്ലോ, അവിടെ ഒരുപാട് പ്രോഗ്രാമുകൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി കേരള ആശംസകൾ. സാർ, എങ്ങനെയുണ്ട് KLF? വർഷങ്ങളായിട്ട് ഇവിടെ വരുന്നതാണല്ലോ, എല്ലാവരും കൂടി പങ്കെടുക്കാന്നുള്ളത് തന്നെ ഒരു വലിയ സംഭവമാണ്. ഓക്കെ, ഇപ്പോൾ സാർ ഉണ്ടോ? ഇവിടെ ഒരു ഓക്കെ ആയിക്കോട്ടെ സാർ. ഓക്കെ. ബേബി അക്ഷരത്തിൽ ഒരു ഹാൻഡ് ബാഗ്, ഒരു ബ്ലാക്ക് ഹാൻഡ് ബാഗ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. KLF വേദി നമ്മുടെ സഹപാഠി നിശ്ചയ അരവിന്ദനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തൊക്കെയാണ്, എങ്ങനെ ഇപ്പൊ എത്തിയതാണോ അതോ നേരത്തെ എത്തിയോ? അതെ, ഓക്കെ. തീർച്ചയായിട്ടും അവിടെ എത്തിയതാണ്. അദ്ദേഹത്തിന്റെ പ്രതിമ, അദ്ദേഹം നിർമ്മിച്ച പ്രതിമ തൊട്ട് പുറകിലുണ്ട്. അപ്പോ വരുന്നതല്ലേ? തീർച്ചയായും. ഓക്കെ.